ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജിപിടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. പ്രഗ്യ മിശ്രയാണ് ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ. നൈമ ഖാത്തൂൺ ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത്. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ആദർശശില. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസമാണ് പൂർവി ലഹാർ. പൂർവി ലഹാർ ആണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസം പൂർവി ലഹാർ. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4.